മെഡിക്കൽ കോളേജിന് മർക്കസിന്റെ ഷെയറിലേക്ക് 5 കോടി രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കോഴിക്കോട് ശാഖയിൽ നിന്ന് ലോൺ എടുക്കാൻ തീരുമാനിക്കുകയും അതിന് വേണ്ട ചെയ്യാൻ മർക്കസ് ജനറൽ സെക്രട്ടറി ആര് AP അബൂബക്കർ മുസ്ലിയാരെ അധികാരപ്പെടുത്തുകയും ചെയ്തു. യോഗാധ്യക്ഷൻ സയ്യിദ് അലി ബാഫക്ക് തങ്ങൾ ഒപ്പിട്ട് ഇതിന്റെ ഒറിജിനൽ കോപ്പി സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോയാൽ കാണാം. ഇത് നിങ്ങൾ എഴുതി കൊടുത്തിട്ടില്ലേ? അപ്പൊ ഗ്യാരണ്ടി പേപ്പറെല്ലാം നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലേ? പിന്നെ ഇയാളെപ്പോഴുള്ള സംശയമുണ്ട്, ഗ്യാരണ്ടി പേപ്പറിന് എവിടെ പലിശ? ആ പലിശ ഞാൻ കാണിച്ചു തരാം. ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റെസീപ്റ്റാണ്. ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റെസീപ്റ്റാണിത്. ആ റെസീപ്റ്റിൽ എഴുതിയത് എന്താ? ഞാൻ വായിച്ചു തരാം. 18/1/2002 മുതൽ 10/12/2002 വരെ ഇവർ ഈ ആധാരം പണയപ്പെടുത്തിയിട്ട് ഇവർ വാങ്ങിയ 5 കോടി രൂപയുണ്ടല്ലോ, ഈ ലോൺ നിങ്ങൾ കൈവശം വെച്ചാൽ ഈ ഒരു വർഷം തികയുന്നതിന് മുമ്പ് നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് പലിശയായിട്ട് അടയ്ക്കേണ്ട തുക അന്നത്തെ റെസീറ്റിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നേരിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. എത്രയാണത്? 42,93,876 രൂപ എഴുതി കൊടുത്തിട്ടില്ലേ? നിഷേധിക്കാൻ കഴിയും. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇയാൾ പറയുന്നത് മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല. ഞാൻ വെറുതെ അല്ല ഇയാള് കളവ് പറയുന്ന ആളാന്ന് പറഞ്ഞത്, പച്ചക്കള്ളം തന്നെയാണ് ഇയാൾ പറയാറുള്ളത്. അപ്പൊ പിടിച്ചു നിൽക്കാൻ വേണ്ടി, ഭൗതികമായ ഇവരുടെ രക്ഷയ്ക്ക് വേണ്ടി കളവ് പറയുക എന്നുള്ളത് ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ധൈര്യമുണ്ടോ നിങ്ങൾ പലിശ കൊടുത്തില്ല എന്ന് പറയാൻ? ഈ റെസിപ്റ്റ് കാണുമ്പോൾ മുഖം വിളറുന്നുണ്ടോ? വിയർക്കണ്ട. ഹക്കിന്റെ മാർഗത്തിലേക്ക് മടങ്ങാൻ ഇനിയും സമയമുണ്ട്. സമ്പത്ത് എങ്ങനെ നേടണം, എങ്ങനെ വിനിയോഗിക്കണം, ഇത് ഇസ്ലാം പഠിപ്പിച്ചു. അനാഥ കുട്ടികളുടെ പേര് പറഞ്ഞ് നിങ്ങൾ പിരിപ്പിച്ച സമ്പത്ത് ചിലവഴിച്ചതോ ആഭാസ നൃത്തങ്ങളുടെയും സിനിമാറ്റിക് പരിപാടികളുടെയും കൂത്തരങ്ങായ മലബാർ മഹോത്സവത്തിന് സംഭാവന, അതേ പ്രോത്സാഹനം ന്യായീകരിക്കാൻ നിങ്ങൾ നാവുയർത്തേണ്ട മിസ്റ്റർ കാന്തപുരം. ഇതാ കോഴിക്കോട് കലക്ടർ അവതരിപ്പിച്ച പത്ര റിപ്പോർട്ട്. നിങ്ങൾ കൊടുത്തത് 50,000 രൂപ. ഖാസിമി ഉസ്താദ് വെറുതെ പറയില്ലെന്ന് ജനങ്ങൾക്കറിയാം. നിങ്ങളുടെ കപടമുഖം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ വീണ്ടും അത് ആവർത്തിക്കുന്നു. മിസ്റ്റർ കാന്തപുരം, താങ്കൾ ഈ സമുദായത്തെ പറയിപ്പിച്ചു. വേഷം കെട്ടിയ നിങ്ങളെ വിശ്വസിക്കുന്ന അനുയായികളുടെ മതം നിങ്ങൾ പൊളിച്ചു. സമ്പത്ത് വാരിക്കൂട്ടാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന നിങ്ങളുടെ ആർഭാട ജീവിതത്തെ ജനം വിലയിരുത്തിയിട്ടുണ്ട്. പരിഭ്രമം മറച്ചുപിടിക്കാൻ കൂലിപ്രഭാഷകൻ കൂകി ആർക്കുന്നത് കേൾക്കൂ. എന്ത് അന്ന് കൊടുക്കാൻ ഉദ്ദേശിച്ച കണക്കും കഴിയില്ലാന്ന് കൊടുക്കും. അങ്ങനെ ഉസ്താന് കാറ് കിട്ടുമ്പോ എന്തിനാ വേണ്ടാന്ന് പറയേണ്ട ആവശ്യം? ഉസ്താദ് ആ കാർ പോവാൻ പിന്നെ നമ്മൾ പറയും, ഓ ഏക്ക് പോകുന്ന കാറ് 18 ലക്ഷത്തിന് കാറാ. അപ്പൊ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കുക എന്താ നിങ്ങളും, ഏപ്പി പോകുന്ന കാറിന് 18 ലക്ഷത്തിന്റെ ഉറുപ്പ് വരണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ഏപ്പിന്റെ വിലത്തിന് ഏപ്പിന്റെ വിലത്തിന് മനസ്സിലാക്കണ്ടേ? അപ്പൊ ഞാൻ പോണ കാറ് എന്ന കാറുണ്ട്, എന്റെ ഇൽമിനും വയസ്സിനും തക്കുവൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു കാറിനെ പിൻക്ക് വയ്ക്കുള്ളൂ. അപ്പൊ ഏപ്പി ഉസ്താദിന് ആ 18 ലക്ഷത്തിന്റെ കാറാണെങ്കിൽ ഉസ്താന്റെ വില എത്ര? അപ്പൊ ഏപ്പി ഉസ്താദിന് ആ 18 ലക്ഷത്തിന്റെ കാറാണെങ്കിൽ ഉസ്താന്റെ വില എത്ര? തിരിഞ്ഞോളൊന്നുമില്ല. അല്ല ഖുർആനിൽ പറയാണ്. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടു കൂടെ കാന്തപുരം ഉസ്താദ് മൊബൈൽ ഫോൺ കൊടുത്തിറങ്ങി. ചെറുപ്പക്കാരെന്തിക്ക പിന്നെ ഒരു മൊബൈൽ ഫോൺ പിടിക്കാൻ അപ്പറ ഇത്ര വലിയതാണല്ലോ. ഇപ്പോഴല്ലേ ഇത് 96. ചെയ്തികൾ മറക്കാൻ തെരുവാന്തരം കൂലി പ്രഭാഷകർ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഓർക്കുക, ഇതൊരു പണ്ഡിതന് ചേർന്ന വിശേഷണമല്ല മിസ്റ്റർ കാന്തപുരം. ജനങ്ങൾ ശ്രദ്ധിക്കുന്നു. കാരന്തൂരികളെ നിൽക്കുന്നിടത്ത് നിന്നാൽ എല്ലാവർക്കും നരിമ്പലുണ്ടാവും. നര തെറ്റിയാൽ ആർക്കും നരിമ്പലുണ്ടാവില്ല. അത് ഞങ്ങൾ ഉത്തരവാദിയല്ല. അതെ ഞങ്ങൾക്കും പറയാനുള്ളൂ. പണ്ഡിതനാണെങ്കിൽ ഇരിക്കേണ്ടിടത്ത് ഇരുന്നോളൂ. മുസ്ലിം കേരളത്തെ ഇത്തരമൊരു സംസ്കാരത്തിലേക്ക് എത്തിച്ചത് നിങ്ങളാണ് മിസ്റ്റർ കാന്തപുരം. പാരമ്പര്യത്തിന്റെ കണ്ണികൾ പൊട്ടിച്ചെറിഞ്ഞ് വിഘടനവാദം വളർത്തി സമ്പത്തിന് പിന്നാലെ ഓടിയ നിങ്ങൾക്ക് സംഭവിച്ചത് ഉസ്താദുമാരെ കുറ്റം പറഞ്ഞതാണ്. താങ്കൾ ഇത്തരം കൃത്രിമങ്ങൾ, വഞ്ചനകൾ അവസാനിപ്പിക്കണം.
നിങ്ങളുടെ കുട്ടിക്കുരങ്ങുകളെ കൊണ്ട് ചുടിച്ചോറ് മാന്തിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം, നിർത്തണം. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ ജനമധ്യേ തെറ്റിദ്ധരിപ്പിക്കുന്ന ഏർപ്പാട് ഇല്ല, ഇനി ഞങ്ങൾ സഹിക്കില്ല. ഹക്കിന്റെ പാതയിൽ അള്ളാഹു അനുഗ്രഹിച്ച സമസ്തയുടെ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ വളർന്നിട്ടില്ല കാരന്തൂരികളെ. മിസ്റ്റർ കാന്തപുരം, താങ്കളുടെ അനുയായികളെ പിടിച്ചു നിർത്താൻ കള്ളപ്രചാരണം നിങ്ങൾക്ക് വേണ്ടി വന്നേക്കാം. പക്ഷേ അത് ഈ ഉലമാക്കളെ അവമതിച്ചിട്ട് വേണ്ട. ഇത് സുന്നി സമൂഹത്തിന്റെ താക്കീതാ. ഇനിയും നിങ്ങൾ തുടർന്നാൽ നിങ്ങളുടെ ചെയ്തികൾ എല്ലാം പൊതുജനത്തിനറിയില്ല. പക്ഷേ ഞങ്ങൾക്കതറിയാം. തെളിവുകൾ സഹിതം കൊടുങ്കാറ്റായി അവ നിങ്ങൾക്ക് നേരെ ആഞ്ഞടിക്കും. വിദഅത്തുകാരുമായുള്ള നിങ്ങളുടെ അവിശുദ്ധ ബന്ധങ്ങൾ, ഔലിയാക്കളായ മഹാന്മാരെ നിങ്ങൾ തെറിവിളിച്ചു, ജനങ്ങളെ ഹറാമിന്റെ പാതയിലേക്ക് നയിച്ച നിങ്ങളുടെ ചതികൾ, അനധികൃതമായി നിങ്ങളും നിങ്ങളുടെ കറക്കു കമ്പനികളും സമ്പത്ത് വാരിക്കൂട്ടിയത്, പിന്നെ എറണാകുളമടക്കം ഇല്ല, ഞങ്ങൾ പറയുന്നില്ല. ഈ ശബ്ദമൊന്ന് കേൾക്കൂ. തെളിവുകൾ സഹിതം ഞങ്ങൾ പറയിപ്പിക്കണോ?